പോരാട്ടത്തിന്റെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് കലാലയങ്ങളിൽ SFI നടത്തിവരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് എത്തുകയാണ് മന്ത്രി PC വിഷ്ണുനാഥ്. ക്യാമ്പസ് രാഷ്ട്രീയം എന്നൊന്നും ആവേശമുള്ളതാണെന്നാൽ അതിരുകടന്നാൽ അമൃതും വിഷമെന്ന പോലെ ഗുണ്ടായിസത്തിലേക്ക് SFI കലാലയങ്ങളെ മാറ്റുകയാണ്. അധ്യാപകരുടെ കസേര കത്തിച്ചും അവരെ പൂട്ടിയിട്ടും അതിരുകടക്കുന്ന SFI സമരങ്ങളുടെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരെ SFI പ്രവർത്തകർ നടത്തിയ ആ പ്രതീകാത്മക ശവസംസ്കാര സമരം. സർവകലാശാലയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു വനിതയ്ക്ക് നേരെ വ്യക്തി എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും കടുത്ത മനോവേദനയും മാനസികാഘാതവുമാണ് ഈ സമരാഭാസം സൃഷ്ടിച്ചത്. ക്രൈസ്തവ ആചാരങ്ങളെ പോലും അനുകരിച്ച് കോലമൊരുക്കി കർമ്മങ്ങൾ നടത്തുമ്പോൾ കുട്ടി സഖാക്കൾ മറന്നുപോയത് ഒരു മനുഷ്യന്റെ അല്പമെങ്കിലുമുള്ള അന്തസ്സിനെയായിരുന്നു. വൈസ് ചാൻസലർ പദവിക്ക് ഒരു അന്തസ്സുണ്ട്. വീഴ്ചകൾ സംഭവിച്ചാൽ പ്രതിഷേധിക്കാം, പ്രതികരിക്കാം. എന്നാൽ ഇത് കുറെ കടന്നുപോയിരിക്കുന്നു എന്നായിരുന്നു മന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. സിൻഡിക്കേറ്റ് യോഗം തടസ്സപ്പെടുത്തി വൈസ് ചാൻസലറെയും അംഗങ്ങളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് ഒടുവിൽ രാത്രി 8 മണിക്ക് പോലീസിന്റെ അകമ്പടിയോടെ VCക്ക് ക്യാമ്പസിൽ പുറത്തു പോകേണ്ടി വന്ന ദാരുണമായ അവസ്ഥ. ഇതാദ്യമല്ല ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നത്. 2016 പാലക്കാട് വിക്ടോറിയ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൽ സരസു ടീച്ചർ വിരമിക്കുന്ന ദിവസം അവർക്കായി ശവമഞ്ചവും ശവക്കല്ലറയും ഒരുക്കി ആസ്വദിച്ച അതേ മനസ്സിന്റെ തുടർച്ചയാണിത്. അതിരുകടക്കുന്ന ഈ അക്രമ രാഷ്ട്രീയത്തിന് ഇത്തരം കാടത്തങ്ങൾക്ക് വിരാമമിട്ടേ മതിയാകൂ എന്ന ശക്തമായ മുന്നറിയിപ്പാണ് മന്ത്രിയുടെ ഈ പ്രഹരത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ഏറെക്കാലമായി സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരം നടത്തിവരികയാണ്. ഇതിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത്. പ്രതിഷേധം പിന്നീട് VCയെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിലേക്കും നീങ്ങി. സംഭവത്തിന് പിന്നാലെ രാത്രി 8 മണിയോടെയാണ് പോലീസ് സഹായത്തോടെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോയത്. ക്യാമ്പസിൽ നേരത്തെ SFI നടത്തിയിരുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് സിസ തോമസ് വന്നതോടുകൂടി നിയന്ത്രണമുണ്ടായി. മുൻ വൈസ് ചാൻസലർ ഗീതാകുമാരി SFIയുടെ സ്വന്തക്കാരിയായിരുന്നു. അവരുടെ ഒത്താശയോടെയായിരുന്നു ഇവർ ക്യാമ്പസിൽ അഴിഞ്ഞാടിയിരുന്നത്. 2026 മാർച്ച് 5-ന് ഡിഗ്രി തോറ്റ SFI നേതാവിന് PGക്ക് പ്രവേശനം നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് ഗീതാകുമാരിയെ ചുമതലയിൽ നിന്നും മാറ്റിയത്. SFI ഗുണ്ടായിസത്തിനെതിരെ പ്രതികരിക്കുന്ന മന്ത്രിയുടെ വീഡിയോ ചേർക്കുന്നു, കാണാം. ഇന്നലെ ചില വിഷ്വൽസ് കണ്ടു. ഇവിടെ കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയിരിക്കുന്നു. നമ്മളൊരു പ്രബുദ്ധ സമൂഹമാണ്. സമരം ചെയ്യാൻ എത്രയോ മാർഗങ്ങൾ നമുക്കുണ്ട്. ആരാണ് സമരം ചെയ്യുന്നതിന് എതിരെ നിൽക്കുന്നത്? ഞങ്ങളെല്ലാം സമരത്തിൽ കൂടി വന്ന ആൾക്കാരാണ്. സമരം എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളെ ശവശരീരം പോലെ കിടത്തി തലമുറയിട്ട് കരഞ്ഞ് കർമ്മങ്ങൾ നടത്തി ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തിന് നാണക്കേടാണ്, അപമാനമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി CPMന്റെ വിവേകമുള്ള നേതാക്കന്മാർ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയണം. അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് VCയോട് വിയോജിക്കാം, മുഖ്യമന്ത്രിയോട് വിയോജിക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് പ്രതിപക്ഷ നേതാവിനോട് വിയോജിക്കാം. അതിനൊക്കെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു ജീവനുള്ള വൈസ് ചാൻസലറെ ശവമായിട്ട് കിടത്തി പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തുക എന്നൊക്കെ പറഞ്ഞത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്, ഹീനമാണ്, നിന്ദ്യമാണ്. സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യം. ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ സമരത്തിലാണ്. അവർ ഈ വിഷയം പല വിഷയങ്ങളും അവർ തിരിഞ്ഞു നോക്കാൻ VC അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മാസം ശേഷമാണ് ഇപ്പോൾ VC അവിടെ എത്തുന്നത്. ഈ VCക്ക് അധിക ചുമതല നൽകിയത് മൂലം ഒരു ഗുരുതര പ്രതിസന്ധി കാലടി സർവകലാശാലയിലുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് അവർ ആരോപണം. അത് പൊറുതിമുട്ടി സമരം ചെയ്തെന്നുള്ളതാണ് അവരുടെ നിലപാട്. ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. 1 മാസവും 2 മാസവും 6 മാസവും ഒക്കെ സമരം ചെയ്തിട്ടും ഗവൺമെന്റുകൾ തിരിഞ്ഞു നോക്കാത്ത എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞുകൊണ്ടാണ് യോജിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആശാ പ്രവർത്തകർ സമരം ചെയ്തപ്പോൾ അവര് തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, അവർ പാട്ടവർഗീയമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. പാട്ടവർഗീയുള്ള സമരമാണെന്നല്ലേ ഉന്നതരായ ആൾക്കാർ പറഞ്ഞു. സമരം ചെയ്യുന്നവരെ കേൾക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കിയത് അവിടുത്തെ ജനറൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട്
മുഴുവൻ സംഘടനാ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് VC പറഞ്ഞപ്പോൾ പറ്റില്ല, അങ്ങനെ എല്ലാവരെയും ചേർത്തുള്ള ഒരു മീറ്റിംഗിൽ നമ്മൾ തയ്യാറല്ല എന്ന് സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ചർച്ച നീണ്ടുപോയെന്നാണ്. ഇനി ഇത് ചെയ്തെങ്കിൽ പോലും സമരം ചെയ്യുന്നവരുടെ ആവശ്യത്തെ ഈ രൂപത്തിലുള്ള സമരമാണ്. അവിടെ വേറെ സമരം നടന്നിട്ടുണ്ടാവുമല്ലോ, കേൾക്കണം, കേൾക്കും, ഈ ഗവൺമെന്റ് കേൾക്കും, ഗവൺമെന്റിന്റെ സംവിധാനം കേൾക്കും. പക്ഷെ അതിന് ഇതല്ല മാർഗം. ഈ SFI നൽകിയ വിശദീകരണം അങ്ങനെ സംസ്കാരം നടത്തിയെന്നുള്ള പ്രചാരണം തെറ്റാണ്. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തിക്കാത്ത 3 സ്പോട്ട് ലൈറ്റുകൾക്ക് റീച്ച് വെച്ച ദൃശ്യങ്ങളാണ് കാണുന്നതാണ് അവര് പുതിയതായിട്ട് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലെ ഫോട്ടോ എന്ന് വന്നു അവര് വാദമാണ്. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് വൈകുന്നേരമായി അവിടെ വെട്ടമില്ല, ലൈറ്റില്ല, അപ്പൊ അതിന്റെ ബാക്കി എടുത്തുകൊണ്ടുവന്ന് അതിന്റെ മുകളിലാണ് റിപ്പോർട്ട് എന്നാണ് അവർ പറയുന്നത്. അല്ല, അവർക്ക് അത്രയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അവർ തള്ളി പറയുന്നുണ്ട്, തള്ളി പറയട്ടെ.